അപ്പോൾ സാറേ നമ്മളെ CSEB എക്സാമിന് കട്ട് ഓഫിന് എടുത്ത് വരെ എത്തിയിട്ട് കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് അവരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? അപ്പോൾ 1-2 മാർക്കിന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന് മാക്സിമം റിവിഷൻ കൊടുക്കുക. പിന്നെ അതുകൂടാതെ അവർ ഒരുപാട് നിരാശയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ച് വേണ്ടത് ചെറിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുഷാണ് അവർക്ക് വേണ്ടത്. ചേട്ടാ വണ്ടി ഒന്ന് തള്ളി തരുമോ? നമുക്ക് തള്ളാലോ, പിന്നെന്താ? ഇത്തരത്തിലുള്ള സപ്പോർട്ട് അല്ലേ സാറേ നമ്മൾ പറഞ്ഞത്? അതെ, ഇങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുഷാണ് അവരെ സംബന്ധിച്ച് ആവശ്യം. ഹാപ്പി ജേണി. ഒരാളെ സഹായിച്ചപ്പോ എന്തൊരു ആശ്വാസം. അതെ അതെ. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് എവിടെയാണോ ഇങ്ങനെ ഒരു സ്റ്റക്ക് വരുന്നത്, അപ്പൊ അവരെ അങ്ങനെ പുഷ് ചെയ്താൽ അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ അവർ 1ാം റാങ്കിലോട്ട് എത്തും. അപ്പൊ ആരും സമയം കളയാതെ എന്ത് ചെയ്യുക, ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക. നമുക്ക് 1 മുതൽ പഠിച്ച് 1ാമതായിട്ട് എത്തുവാനായിട്ട് പറ്റും. അപ്പം അഡ്മിഷനും കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. ചുമല കാർ കിടപ്പില്ല. ആ ചുവന്ന കാറ് ഇപ്പൊ നമ്മൾ തള്ളി കൊടുത്തില്ലേ? അതെന്റെ കാർ അവൻ കട്ടുകൊണ്ട് പോയതാണ്.